ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്തില്ലേ. അപ്പോൾ ഞാൻ പുതിയ സ്കൂളിലാണ് പഠിക്കാൻ പോയിരിക്കുന്നത്. 9th സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഗൈസ് സ്കൂൾ തുറന്നിട്ട് ഒത്തിരി ലേറ്റായിട്ടാണ് എൻ്റെ വീഡിയോ വന്നത്. അതിന് ഞാൻ നിങ്ങളുടെ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ടൈം ടേബിൾ തന്നിട്ടില്ല. അപ്പോൾ നാളെ നമുക്ക് ബുക്ക് കൊണ്ടുപോകണം. എന്തൊക്കെ എടുക്കുമെന്ന് എനിക്കറിയില്ല ഗൈസ്, ഒന്നും അറിയാതെ കിളി പോയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ചിലവർ ചോദിക്കും സ്കൂൾ ഇഷ്ടപ്പെട്ടോ സ്കൂൾ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നവരുടെ മറുപടിയായി ഒരു ഓക്കെ സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുതിയതായിട്ട് വന്നതുകൊണ്ട് എനിക്ക് ആ സ്കൂൾ അധികം പരിചയമായില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഓക്കെ ഇനി എന്തായാലും ശീലമായിക്കോളും എന്ന് തോന്നുന്നു. ഇനി സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് ബുക്സ് ട്യൂഷൻ്റെ ടൈം ടേബിൾ എന്തായാലും ഗ്രൂപ്പിലിട്ടിരുന്നു. സ്കൂളിൻ്റെ ടൈം ടേബിൾ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ട്യൂഷനിലേക്ക് ആവശ്യമുള്ള ബുക്ക് ആദ്യം എടുക്കാം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് എടുക്കാം ഗൈസ്. അപ്പോൾ ഞാൻ നമ്മുടെ അശോക് ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ച ഇതേ കൂട്ടത്തെ നോട്ടീസ് പേപ്പറിൻ്റെ ബുക്കാണ് ഞാൻ ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ നാളത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ലാത്ത സബ്ജക്റ്റുകളാണ്. ഒരു സബ്ജക്റ്റും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമല്ലാത്ത സബ്ജക്റ്റ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ നാളത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നാളെ എന്തോ സബ്ജക്റ്റ് നാളെ ജോഗ്രഫി, ഹിന്ദി, മാത്സ് ആണ് സബ്ജക്റ്റുകൾ. അപ്പോൾ ഞാൻ ഈ ബുക്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും ഞാൻ പേരെഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് പേരെഴുതണം. അപ്പോൾ നമുക്ക് പേരെഴുതാം. അപ്പോൾ ഗൈസ് നമ്മൾ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പേരെഴുതിയിട്ട് നമുക്ക് ഈ സൈഡിൽ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ജോഗ്രഫി, ഹിന്ദി, മാത്സ് അതിൻ്റെ 3 ടെക്സ്റ്റുകളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഈ സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ജോഗ്രഫി, പിന്നെ നമുക്ക് സ്കൂളിൽ ഞാൻ അധികമൊന്നും ഈ ടെക്സ്റ്റ് തന്നെ ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നത്, ഈ ജോഗ്രഫി, ഹിന്ദി, മാത്സ് അത് ഞാൻ എടുത്ത ടെക്സ്റ്റിനെ ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നത്. അല്ലെ നമുക്ക് ബാഗിൻ്റെ അപ്പം നമുക്ക് വെയിറ്റ് തോന്നിക്കത്തില്ല. നമ്മൾ ട്യൂഷനിലൊക്കെ എടുത്ത ടെക്സ്റ്റില്ല. സ്കൂളിൽ എന്തായാലും ടൈം ടേബിൾ കണ്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് തോന്നിക്കത്തില്ല. നിങ്ങളെ ബോറടിപ്പിക്കണമെന്ന് കരുതിയിട്ടല്ല, പറയുമ്പോൾ ഞാൻ എല്ലാം അങ്ങ് പറയും, കഥയെ നീട്ടി വലിച്ചങ്ങ് പോവും. അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കില്ലേ. അപ്പോഴത്തേക്ക് പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയാൽ അല്ലാത്തൊരു നോർമൽ റഫ് ബുക്ക്, പേപ്പർ നോട്ടിന് ഒരു കുഞ്ഞ് റഫ് ബുക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിതെല്ലാം ബാഗിനകത്ത് എടുത്ത് വെക്കാം. ഓക്കെ ബേബീസ്, അപ്പോൾ ഇനി നമുക്ക് ഫയൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് ഫയലാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറയൂ. ഇതിനകത്ത് ഏത് ഫയലാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് സത്യം പറയാൻ എനിക്കറിയത്തില്ല. നമുക്ക് ആരെടുത്തേലൊക്കെ ചെന്ന് ചോദിക്കാം. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഫയലായിരിക്കും ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫയലിൻ്റെ കാര്യം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാവരും ഓരോരോ ആവശ്യത്തിന് പുറത്ത് പോയിരിക്കുകയാണ്. എല്ലാവരും തിരിച്ചു വരട്ടെ. അപ്പം നമുക്ക് ചോദിക്കാം. പിന്നെ ഞാൻ സ്കൂളിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എനിക്ക് പടം വരച്ച് കളിക്കാൻ ഞാൻ ഒരു ഡ്രോയിങ് ബുക്കും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് ബുക്കും ടെക്സ്റ്റും എല്ലാം ബാഗിനകത്തേക്ക് വെക്കാം. എൻ്റെ ഗാനമേള അടിപൊളിയല്ലേ അല്ല? നിങ്ങൾ പേടിച്ചിറങ്ങി ഓടരുത് ഗൈസ്. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. കാരണം കഥ ഞാൻ നല്ലപോലെ നീട്ടിപ്പോകുന്നുണ്ട്. എന്നാലും എനിക്ക് വേണ്ടി ഇതൊക്കെ സഹിച്ചുകൂടെ? നമുക്ക് ഈ ബുക്കുകളൊക്കെ എടുത്ത് വയ്ക്കാം. ഓക്കെ ഗൈസ്, പിന്നെ നമുക്ക് ഒരു പ്രൊട്രാക്ടർ ആവശ്യമുണ്ട്. പ്രൊട്രാക്ടർ ഇല്ലാതെ സ്കൂളിലോട്ട് ചെന്ന് കയറി കൊടുക്കരുത്. അവരതിനുള്ള അടുത്ത് പോയെല്ലാം കൂടെ നമുക്ക് കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി നമ്മുടെ പൗച്ച്, ഇതാണ് ഞാൻ വാങ്ങിച്ച പൗച്ച്. നല്ല ക്യൂട്ടല്ലേ? ഈ പൗച്ചിൽ നമുക്ക് സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കുക. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ പൗച്ച്. ലാസ്റ്റ് തുറ എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് തുറയിൽ മുഖം നോക്കാൻ ഒരു കണ്ണാടി, തല ചീപ്പ, ഇത് മൊത്തം പെൻസിലുകളാട്ടോ, ചീപ്പ് കൂട്ടത്തെ പെൻസില്. പിന്നെ ഇതൊരു ടൈമറിൻ്റെ ആയിരുന്നു. ഞാൻ ഇത് വാങ്ങിച്ചിട്ട്
വളരെ അലക്ഷ്യമായി ഇത് മുറികളിൽ കൊണ്ട് നടന്ന് തലയിലൊക്കെ ഇട്ടു. ടൈമർ ഇളകിപ്പോയി. ഇതിനകത്ത് കിടങ്ങുന്ന ഒരു പൊടിയില്ലേ, ആ പൊടിയും ഇളകിപ്പോയി. എന്താ പറയാനാ, ഇളകിപ്പോയി. നിങ്ങളിങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ, എല്ലാം പോവും. പിന്നെ ഒരു പശ എടുത്ത് വെക്കുന്നു. പിന്നെ നമ്മുടെ സ്വന്തം ഹൈലൈറ്റർ, കുഞ്ഞ് ഹൈലൈറ്റർ, ലിറ്റിൽ ഹൈലൈറ്റർ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ വെക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റിൽ നമ്മൾ ഒരു സ്കെയില്, 2 പേന, ഒരു പെൻസിൽ, ഒരു എറൈസർ. നമ്മൾ ഷാർപ്നർ വെക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരെണ്ണമുണ്ട്, പിന്നെ എക്സ്ട്രാ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റെടുത്ത് ഞാൻ ഒരു വൈറ്റ്നറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എടുക്കല്ലോ. അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമുക്കിത് ഇനി ക്ലോസ് ചെയ്യാം. സത്യം പറയാമല്ലോ, ഇപ്പോൾ തന്നെ ബാഗിന് നല്ല വെയിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബുക്കും കൂടെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുമായിരിക്കും, പക്ഷെ തിരിച്ചു വരാൻ കഴിയില്ല. കാരണം ഞാൻ റോഡിൽ എവിടെയെങ്കിലും ഒടിഞ്ഞ് കിടക്കും. അഥവാ തിരിച്ചു വന്നാലും പിന്നെ ഒരാഴ്ച ഞാൻ ലീവായിരിക്കും, നടുവൊക്കെ ഒടിഞ്ഞു പോകും ഗൈസ്. ഇനി നമ്മൾ പൗച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പൗച്ച് എടുത്ത് വെച്ചിട്ട് 2 സ്റ്റിക്കി നോട്ട്സ് നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് സ്റ്റിക്കി നോട്ട്സും കൂടി എടുത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും സാധനങ്ങളെ കൊണ്ടുവന്നുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒരു കുഞ്ഞി പെട്ടി, ഇത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചത്, മൊത്തം അഴുക്കായി. പൈസ ഇട്ടുകൊണ്ട് വാങ്ങിച്ചത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പൈസ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ ഇത്ര സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക്, ട്യൂഷനിലേക്കുള്ള നോട്ട്ബുക്ക്, സ്കൂളിലേക്ക് റഫ് ബുക്ക്, ട്യൂഷന് സ്കൂൾ മിക്സി, ട്യൂഷനും സ്കൂളിലേക്കും ടെക്സ്റ്റ് ബുക്ക്, പിന്നെ ഒരു ഡ്രോയിങ് ബുക്ക്, പിന്നെ ജോമെട്രി ബോക്സ്, പൗച്ച്, സ്റ്റിക്കി നോട്ട്സ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ്. അപ്പോൾ ഇനി നാളെ സ്കൂളിൽ പോകണം ഗൈസ്. നാളെ എനിക്ക് നേരത്തെ എണീക്കണം. ഇപ്പോൾ വെക്കേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ എണീക്കുന്നത് 11 മണി, 12 മണി, ഉച്ചയ്ക്ക് 1 മണി, 2 മണി സമയങ്ങളാണ്. ഇനി വെളുപ്പാങ്കാലത്ത് 5 മണി, 4 മണി അങ്ങനെയുള്ള സമയങ്ങളിൽ എണീക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ബാഗിന് നല്ല വെയിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോയി ഫയലിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം ഗൈസ്. അപ്പോൾ കുറച്ച് പേര് വന്നിട്ടുണ്ട്, കുറച്ച് പേര് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വന്നവരെടുത്ത് ചെന്ന് ചോദിക്കാം നമ്മുടെ ഫയൽ ഏതെടുക്കണം എന്ന്. ഓക്കെ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ചേച്ചി എടുത്തിക്കാം. ചേച്ചി, ഞാൻ നാളെ സ്കൂളിൽ പോയില്ലേ, അപ്പോൾ ഇതിനകത്ത് ഏത് ഫയൽ ഞാൻ കൊണ്ടുപോകണം? ചേച്ചി ഏതാ? ഇതോ? ഉറപ്പാന്നേ? എടുത്തോ, ഇതിന് 2 ഉണ്ട് എൻ്റെ കയ്യിൽ. വേണോ? ഇതെടുക്കുമല്ലേ? ഓക്കെ ചേച്ചിയമ്മ, നാളെ ഞാൻ സ്കൂളിൽ പോയില്ലേ, അപ്പോൾ ഇതിനകത്ത് ഏത് ഫയൽ ഞാൻ കൊണ്ടുപോകണം? ഇതോ? ചേച്ചി പറഞ്ഞത് മറ്റേതാ. ഓക്കെ അമ്മേ, ഞാൻ നാളെ സ്കൂളിൽ പോയില്ലേ, അപ്പോൾ ഇതിനകത്ത് ഏത് ഫയൽ ഞാൻ കൊണ്ടുപോകണം? ഇതോ? നമ്മൾ കുറച്ച് പേരെടുത്ത് ചോദിച്ചുള്ളൂ, ബാക്കി ആരും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വോട്ട് കിട്ടിയില്ല. ഞാൻ 3 പേരെടുത്ത് ചോദിച്ചുള്ളൂ. ഒരാൾ മാത്രമാണ് യെല്ലോ ഫയൽ പറഞ്ഞത്, ബാക്കി 2 പേരും ബ്ലൂ ഫയലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചു ബ്ലൂ ഫയൽ തന്നെ എടുക്കാം, ബ്ലൂ ഫയൽ എടുക്കാം. ഓക്കെ സെറ്റ് ഗൈസ്, നമ്മൾ ഫയലും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ സ്കൂളിൽ പോകണം. അപ്പോൾ ഇനി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അടുത്തൊരു പുതിയ വീഡിയോ ഇട്ട് വീണ്ടും കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.